നമ്മൾ ഇന്ന് ഗലാത്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിൽ എത്തുകയാണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ ആദ്യമേ നല്ല ഡീറ്റെയിൽഡ് ഒരു ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞ് ഉപദേശം, പ്ലസ് ഉപദേശം കഴിഞ്ഞ് ഉപദേശത്തിന്റെ ആപ്ലിക്കേഷൻ, പ്ലസ് പ്രായോഗിക ജീവിതം. ഇങ്ങനെയാണ് ഓൾമോസ്റ്റ് എല്ലാ ലേഖനങ്ങളിലും ദൈവാത്മാവ് ലേഖനങ്ങൾ എഴുതിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ 3-ാം അധ്യായത്തിൽ നമ്മൾ നീതീകരണമായിട്ട് ബന്ധപ്പെട്ട ഉപദേശവും അതിന്റെ പശ്ചാത്തലം എല്ലാം കണ്ടു കഴിഞ്ഞ് 4-ാം അധ്യായത്തിൽ എത്തുകയാണ്. 4-ാം അധ്യായം നമ്മളെ ഉപദേശത്തിന്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. 4-ാം അധ്യായത്തിന്റെ മെയിൻ വിഷയം നാം മക്കളും അനന്തരാവകാശികളും, സൺസ് ആൻഡ് എയർ. 4 സെക്ഷനായിട്ട് ഈ അധ്യായം ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ സെക്ഷൻ അടിമയിൽ നിന്ന് മക്കളായി തീരുന്നു. അവരുടെ ഫാമിലീസിൽ ഉള്ള കാര്യമായിരുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, മക്കൾ ആദ്യം അടിമകളുടെ അണ്ടറിലായിരുന്നു. അതിൽ നിന്ന് നാം ഒരു കാലത്ത് അടിമകളായിരുന്നു, ഇന്ന് അനന്തരാവകാശികളാണ്, ഇന്ന് വി ആർ സൺസ്, മക്കളാണ് എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. 2, ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ മടങ്ങി പോകുന്നതിന്റെ ആപത്ത്. ഗലാത്യയിൽ അതായിരുന്നല്ലോ പ്രശ്നം. അവർ ന്യായപ്രമാണത്തിലേക്ക് മടങ്ങി പോകാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് പരിച്ഛേദനയിലേക്ക്. അതിന്റെ ആപത്തുകൾ. 3-ാമത്, ഞാൻ ആ വാക്യങ്ങൾ പറയാം. 3-ാമത്, ഗലാത്യ വിശ്വാസികളോട് പൗലോസിന്റെ വ്യക്തിപരമായ അഭ്യർത്ഥന. നാം മറക്കാൻ പാടില്ലാത്തത്, ഈ ലേഖനങ്ങളെല്ലാം ദൈവശ്വാസിയ തിരുവെഴുത്താണെങ്കിലും ദൈവശ്വാസിയ തിരുവെഴുത്തിന്റെ ഒരു പ്രത്യേകത, അത് എഴുതുന്ന ആളിന്റെ പേഴ്സണാലിറ്റിയും അതിൽ വ്യക്തമാകുന്നുണ്ട്. 4-ാമത്തെ സെക്ഷൻ ഹാഗറിന്റെ ഉദാഹരണം, സാറയുടെ ഹാഗറിന്റെ ഉദാഹരണം. ഞാൻ ഇനി ആ സെക്ഷൻസിന്റെ വാക്യങ്ങൾ പറയട്ടെ. ഗലാത്യർ 4-ന്റെ 1-ാമത്തെ സെക്ഷൻ, അടിമയിൽ നിന്ന് മക്കളും അനന്തരാവകാശികളും. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 1 തൊട്ട് 7 വരെയുള്ള വാക്യം ഈ വിഷയം നമ്മളെ ഓർപ്പിക്കുന്നു. 2-ാമത്തെ സെക്ഷൻ അടിമത്വത്തിലേക്ക് മടങ്ങി പോകുന്നതിന്റെ ആപത്ത്, 8-ാം വാക്യം തൊട്ട് 11-ാം വാക്യം. 3-ാമത്തെ സെക്ഷൻ ഗലാത്യ വിശ്വാസികളോട് പൗലോസിന്റെ വ്യക്തിപരമായ അഭ്യർത്ഥന. ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവവചനം ദൈവാത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ടതാണെങ്കിലും എഴുതുന്ന ആളുകൾക്ക് അവരുടെ വ്യക്തിപരമായ അപ്പീൽസ്, ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ദൈവാത്മാവ് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തതും ദൈവാത്മാവിന്റെ ഗൈഡൻസിലായിരുന്നെന്നുള്ളത് നാം മറക്കരുത്. അപ്പൊ 3-ാം സെക്ഷൻ പൗലോസിന്റെ വ്യക്തിപരമായ അഭ്യർത്ഥന, 12 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ. 4-ാമത്തെ സെക്ഷൻ സാറ ആൻഡ് ഹാഗറിന്റെ ഉദാഹരണം, 21 തൊട്ട് 31 വരെയുള്ള വാക്യം. കഴിഞ്ഞ 3 അധ്യായങ്ങളിൽ ന്യായപ്രമാണം ഒരു സ്ലേവ് ടീച്ചർ, പൈഡാഗോഗോസ് ആയിരുന്നു എന്ന് ദൈവാത്മാവ് സ്ഥാപിച്ചിട്ടുണ്ട്. പൈഡാഗോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമകളിൽ നിന്ന് മക്കളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാന അടിമ. സഭായുഗത്തിന് മുൻപ് 2 യുഗങ്ങൾ ഉണ്ടായിരുന്നെന്ന് നമുക്കറിയാം. എന്നാൽ ഈ 2 യുഗങ്ങളിലും വെളിപ്പാട് നൽകി എന്നുള്ളതും നമുക്കറിയാം. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ വെളിപ്പാട് നൽകി എന്നുള്ളതിന്റെ നല്ല ഉദാഹരണമാണ് മോശയിൽ കൂടെ ദൈവാത്മാവ് 6 പുസ്തകങ്ങൾ നൽകിയത്. മോശയ്ക്ക് മുൻപുള്ള യുഗത്തിൽ വെളിപ്പാട് നൽകി എന്നുള്ളതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് ഹാനോക്ക് ജീവിച്ചിരുന്നിടത്തോളം കാലം ദൈവവചനം പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അത് ഹാനോക്കിന്റെ കാലം കഴിഞ്ഞ് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് BC 400-ലാണ്, 400 വരെ അത് വാമൊഴിയായിട്ട് മുന്നോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. BC 400 ആയപ്പോഴത്തേക്ക് യഹൂദന്മാർ സ്വന്തം മാതൃഭൂമി ലൂസ് ചെയ്ത് അന്യനാടുകളിൽ പോയി സെറ്റിൽ ആകുകയും അവരവരുടെ മാതൃഭാഷ മറക്കുകയും ചെയ്തതുകൊണ്ട് BC 400-ലുള്ള കുറെ ഏറെ ലീഡേഴ്സ് അന്ന് വാമൊഴിയായിട്ട് അന്ന് വരെ ലഭ്യമായിരുന്ന ഹാനോക്കിന്റെ എല്ലാ പ്രസംഗങ്ങളും എല്ലാ വെളിപ്പാടും എഴുതിയിട്ട്, അതാണ് ഹാനോക്കിന്റെ പുസ്തകം. അതൊരു കാനോനിക ഗ്രന്ഥമല്ല, എന്നാൽ കാനൺ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ ഹാനോക്കിന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമാകും. സോ ന്യായപ്രമാണം വന്നപ്പോൾ ന്യായപ്രമാണത്തിന്റെ ആദ്യ ഭാഗം തന്നെ 6 പുസ്തകങ്ങൾ കൂടെ വെളിപ്പാട് നൽകി. ന്യായപ്രമാണത്തിന് മുൻപ് ദൈവം വാമൊഴിയായിട്ട് വെളിപ്പാട് നൽകി.
അന്ന് ആരെ കൊണ്ട് ഒന്നും എഴുതിപ്പിച്ചില്ല. ആ വാമൊഴിയായിട്ടുള്ള വെളിപ്പാട് അതിങ്ങനെ മുന്നോട്ട് പോയി. അത് ദൈവവിശ്വാസ്യമല്ല. ലഭിച്ചവർക്ക് ദൈവാത്മാവിന്റെ ഗൈഡൻസ് ആയിരുന്നു. എന്നാൽ വാമൊഴിയായിട്ട് മുന്നോട്ട് പോയത് അത് 100% ദൈവവിശ്വാസ്യമോ കാനോനികമല്ലായിരുന്നു. എന്നാൽ കാനോനികമല്ലാത്ത ഈ അറിവ് പോലും എഴുതിയിട്ടിട്ടുണ്ട്. കാരണം ആ എഴുതിയിട്ടിരിക്കുന്നതിൽ ചിലത് 100% ആക്യുറേറ്റ് ആണ്. അതാണ് യൂദായുടെ ലേഖനത്തിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ ആദ്യത്തെ തലമുറയിൽ ആദ്യത്തെ ഡിസ്പെൻസേഷനിൽ വെളിപ്പാടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഡിസ്പെൻസേഷനിൽ വെളിപ്പാടുണ്ടായിരുന്നു. മൂന്നാമത്തെ യുഗം വന്നപ്പോഴാണ് വെളിപ്പാട് കംപ്ലീറ്റ് ആയത്. അതിനെക്കുറിച്ച് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ ദൈവാത്മാവ് പറയുന്നത്, എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് ദൈവാത്മാവ് പറയുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. സോ ഭാഗമായിട്ട് വെളിപ്പാട് നൽകിയെങ്കിലും പുത്രനിൽ കൂടെ വെളിപ്പാട് പൂർണ്ണമായിട്ട് നൽകി. പൂർണ്ണമായത് വരുമ്പോൾ അംശമായിട്ടുള്ള മാറിപ്പോകും. 1 കൊരിന്ത്യർ 13 പറയുന്നതിൽ പൂർണ്ണമായിട്ടെന്നുള്ളത് ദൈവവചനത്തിന്റെ കാനൺ ആണ്. ദൈവവചനത്തിന്റെ കാനോൺ AD 70 ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയി എന്ന് ഞാൻ ഇവിടെ ആവർത്തിച്ച് ഓർപ്പിച്ചിട്ടുണ്ട്. ആ വിഷയം ഞാൻ ഇവിടെ പറയാൻ തുടങ്ങിയ പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, ഞാൻ പറയാൻ തുടങ്ങിയ പിന്നെ ലോകമെമ്പാടും ആ വിഷയത്തെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ചിലർ ദൈവശാസ്ത്രത്തിൽ എൻ്റെ സ്റ്റുഡൻസ് ആണ്. മോസ്റ്റ്ലി ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഉള്ളവരാണ്. അവരും ഈ വിഷയത്തെക്കുറിച്ച് ഗവേഷണം തുടങ്ങിയിട്ടുണ്ട്. ഗവേഷണം ചെയ്യും തോറും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. ദൈവാത്മാവ് കാനൺ AD 70 മുൻപ് നൽകി. ആൻഡ് AD 70 മുൻപ് തന്നെ അത് കംപ്ലീറ്റ് ആയിരുന്നു. കേരളത്തിൽ ഒരു സഹോദരൻ, ഞാൻ ആ സഹോദരന്റെ ഒരു പ്രാവശ്യം എങ്ങാനും കണ്ടു കാണും. ഈയിടെ ആ സഹോദരൻ എനിക്ക് 5 ഓഡിയോസ് അയച്ചു തന്നു. ആ സഹോദരൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് വേദപുസ്തകം പഠിച്ച് ഇവാഞ്ചലിസ്റ്റ് ആണ്. വർഗീസ് വി എന്നാണ് പേര്. താന് ഇൻഡിപെൻഡന്റ് ആയിട്ട് വേദപുസ്തകം പഠിച്ച് വെളിപ്പാട് പുസ്തകം AD 70 മുൻപാണ് എഴുതിയതെന്ന് സ്ഥാപിച്ച് കുറെ വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ബ്രദറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിൽ പറയുന്നത് എല്ലാം ഒരു ബുക്കാക്കി മാറ്റണം, ദൈവജനത്തിന് പ്രയോജനം ഉണ്ടാകുന്നു. സോ അങ്ങനെ AD 70 മുൻപ് അപൂർണമായത് വന്നു കഴിഞ്ഞതോടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ആദ്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരമൊഴിയായിട്ട് ദൈവാത്മാവ് നമുക്ക് തന്നു. അങ്ങനെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നാം വിശ്വാസത്താലെയുള്ള നീതീകരണത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകളിലോട്ട് എടുത്തു ചാടാൻ പാടില്ല. തെറ്റായ ടീച്ചിങ്സ് പഠിപ്പിക്കാൻ പാടില്ല. തെറ്റായ ടീച്ചിങ്സ് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവാത്മാവും ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം എഴുതിയപ്പോൾ കാനോൺ കംപ്ലീറ്റ് ആയില്ലായിരുന്നെങ്കിലും കാനോണിലുള്ള പല ബുക്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞായിരുന്നു. അത് കോപ്പി ചെയ്ത് വളരെ വ്യാപകമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ യുഗത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള കാര്യം ദൈവജനത്തിന് വ്യക്തമായി കഴിഞ്ഞായിരുന്നു. പ്രത്യേകിച്ച് 4 ഗോസ്പൽസ് പഴയ നിയമ യുഗത്തിൽ എഴുതപ്പെട്ടതാണ്. അല്ലെ, പഴയ നിയമ യുഗത്തിന്റെ ഹിസ്റ്ററി പറയുന്നു. എന്നാൽ എഴുതപ്പെട്ടത് സഭായുഗം തുടങ്ങിയ പിന്നാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി സഭായുഗത്തിന്റെ ഹിസ്റ്ററി പറയുന്നതിന്റെ കൂടെ തന്നെ സഭായുഗത്തിലെ പല ഡോക്ട്രീൻസ് വ്യക്തമാക്കുന്നു. അവിടെ തുടങ്ങി കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് അടിമത്വത്തിൽ മടങ്ങിപ്പോകരുത്. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് 4:1 അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഈ അടിമ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ആലങ്കാരികമായിട്ടാണ് എന്ന് ഓർപ്പിക്കട്ടെ. ഈ 1-ാം നൂറ്റാണ്ടിൽ അടിമകളാണല്ലോ മക്കളെ പഠിപ്പിച്ചിരുന്നത്. ഗുരുകുല സിസ്റ്റം പോലെയായിരുന്നു. എന്നാൽ അവരവരുടെ വീട്ടിൽ തന്നെയായിരുന്നു ഈ ഗുരുകുല സിസ്റ്റം ഉണ്ടായിരുന്നത്. ആ ഗുരുകുല സിസ്റ്റത്തിൽ മക്കളെ സ്ലേവ് ടീച്ചറിന്റെ കൈക്കീഴിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ലേവ് ടീച്ചറിന്റെ ഇഷ്ടപ്രകാരമായിരുന്നു മക്കളെ പഠിപ്പിക്കുന്നത്. അവർക്ക് ഈ മക്കൾക്ക് യാതൊരു രീതിയിലുള്ള അവകാശം ഇല്ലായിരുന്നു. അവർ അവകാശിയായിരുന്നു, എന്ന അവകാശം അന്ന് അവരുടെ ഇല്ലായിരുന്നു. പഠിച്ച് പക്വതയായി കഴിയുമ്പോഴാണ് അവർക്ക് അവരുടെ അവകാശം ലഭിക്കുന്നത്. ഇതുപോലെ തന്നെ ഇതിനു മുൻപ് നമ്മൾ കണ്ടല്ലോ, പഴയ നിയമം ദൈവാത്മാവ് നൽകിയ സമയത്ത് പഴയ നിയമം
നമ്മുടെ ഒരു സ്ലേവ് മാസ്റ്റർ അല്ലെ സ്ലേവ് ടീച്ചർ ആയിരുന്നു. ആ സ്ലേവ് ടീച്ചർ കൃപായുഗം വരുന്നത് വരെ ടീച്ചറായിരുന്നു. കൃപായുഗം വന്നു കഴിഞ്ഞു, ഇനിയും ആ അടിമത്വത്തിലേക്ക് തിരിച്ചു പോകരുത്. 5-ാം അധ്യായത്തിലാണ് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, അടിമതൂകത്തിൽ പിന്നെയും പെട്ടുപോകരുതെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നത്. സോ 4-ാം അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ അവകാശികളാണ്, എന്നാൽ ഒരു കാലത്ത് സ്ലേവ് ടീച്ചേഴ്സിന്റെ അണ്ടറിലായിരുന്നു, ഒട്ടും അവരുമായിട്ട് ഡിഫറൻസ് ഇല്ലായിരുന്നു. ബട്ട് ഇന്ന് അവകാശികളാണെന്നുള്ളത് മനസ്സിലാക്കി പിന്നെയും സ്ലേവ് ടീച്ചറിന്റെ കൈക്കീഴിൽ പോയി പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കരുത്. ഞാൻ ആവർത്തിച്ചോർപ്പിച്ചതുപോലെ ഇന്ന് പഴയ നിയമത്തിലെ ന്യായപ്രമാണം നമ്മളിൽ നല്ല ശതമാനം ആളുകൾക്ക് ഒരു ടെംപ്റ്റേഷന് കാരണമല്ലെങ്കിലും ന്യായപ്രമാണത്തിന് കീഴിലല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മുടേതായ ന്യായപ്രമാണങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അങ്ങനെ ശ്രമിച്ച ഒരു വേർപെട്ട ഗ്രൂപ്പാണ് എക്സ്ക്ലൂസീവ് ബ്രദറൻ എന്ന് പറയുന്നത്. അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം പര്യാപ്തമല്ലാത്തത് കൊണ്ട് അവർ അവരുടേതായ ന്യായപ്രമാണം ഉണ്ടാക്കി ന്യായപ്രമാണം വിശുദ്ധ തിരുവെഴുത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അങ്ങനെ അവരൊരു കൾട്ടായിട്ട് മാറി. സോ ദൈവജനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നമ്മുടെ ഓൺ ന്യായപ്രമാണം ഉണ്ടാക്കി തുടങ്ങിയാൽ നമ്മൾ ഒരു കൾട്ടായിട്ട് മാറും. കേരളത്തിൽ അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. എന്നാൽ ഈ എക്സ്ക്ലൂസീവ് ബ്രദറൻ അവരുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ടും കൊണ്ട് കേരളത്തിൽ പലർ എക്സ്ക്ലൂസീവ് സഭകൾ സ്ഥാപിച്ചു. എന്നാൽ ആ സഭകൾ അധികം സ്പ്രെഡ് ചെയ്തില്ല, കേരളത്തിലെ പ്രത്യേക സിറ്റുവേഷന്റെ കാരണം കൊണ്ട്. കേരളത്തിൽ തന്നെ എക്സ്ക്ലൂസീവ് മൂവ്മെന്റ്, കേരളത്തിൻ്റെതായ എക്സ്ക്ലൂസീവ് മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല ഇതുവരെ. അത് ദൈവത്തിന്റെ കരുണയാണ്. സോ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വാക്യങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ കാണുന്നു. ഗലാത്യ ലേഖനം 3:24-25 നമ്മൾ പഠിച്ചു. ഗലാത്യ ലേഖനം 3:26 ഈയിടെ പഠിച്ചു. ഗലാത്യർ 3:29 ഈയിടെ പഠിച്ചു. അതൊന്നും നാം ഇപ്പം എടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നാം ഗലാത്യ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ എത്തുന്നു. ഗലാത്യർ 4:2 നാം വായിക്കുന്നത്, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. ഇത്രയും അധികം ഈ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പെട്ടെന്ന് തോന്നിയെന്നിരിക്കും. നമ്മൾ ആ 1-ാം നൂറ്റാണ്ടിലെ സിറ്റുവേഷൻ ഒന്ന് ശ്രദ്ധിക്കണം. നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസത്തിന്റെ കമ്മിറ്റ്മെന്റിൽ വന്നത് ഒരു ജൂയിഷ് പശ്ചാത്തലത്തിൽ നിന്നല്ല, മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന്. എന്നാൽ ഗലാത്യയിലുള്ള ധാരാളം വിശ്വാസികൾ ജൂയിഷ് പശ്ചാത്തലത്തിൽ നിന്ന് വന്നതുകൊണ്ട് ആ യഹൂദ മതം, അവരുടെ ന്യായപ്രമാണം ഒരു കണ്ടീഷനിൽ അവരെ അങ്ങ് വിട്ടുമാറുന്നില്ല. അത് മനസ്സിൽ വെച്ച് വേണം ഈ പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്ത് ദൈവാത്മാവ് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കാര്യം പറഞ്ഞാൽ നമ്മിൽ പലർ മാർത്തോമ, യാക്കോബ, കത്തോലിക്ക, ഹിന്ദു, മുസ്ലിം, മറ്റു പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. അങ്ങനെ വന്നവരുടെ പശ്ചാത്തലം കൂടെ അവർ ക്രിസ്തീയ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരുവാനുള്ള സാധ്യതയുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തള്ളിപ്പറയുക, ത്രിത്വോപദേശത്തെ തള്ളിപ്പറയുക, മറ്റു മതങ്ങളിൽ ദൈവവിശ്വാസിയ വെളിപ്പാട് കാണുക, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇടയ്ക്ക് നടന്ന കാര്യങ്ങളാണ്. അത് കാരണം നമ്മുടെ പശ്ചാത്തലം മറന്നു പോകാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ദൈവാത്മാവ് ഇവിടെ യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ ആവർത്തിച്ച് അവരെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ജന്മനാ ജനറ്റിക്കലി യഹൂദന്മാരാണെങ്കിലും ഇന്ന് ന്യായപ്രമാണ യുഗത്തിന് കീഴിലല്ല, നിങ്ങൾ കൃപായുഗത്തിലാണ്. അതുകൊണ്ടാണ് 2-ാം വാക്യം ഓർപ്പിക്കുന്നത്, ദൈവം നിശ്ചയിച്ച ഒരു കാലമുണ്ടായിരുന്നു, ആ നിശ്ചയിച്ച അത്രയും കാലം രക്ഷകന്മാർക്കും ഗൃഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടു നിന്നു എന്നുള്ളത് സത്യമാണ് എന്ന് ദൈവജനം മനസ്സിലാക്കണം. 1-ാം വാക്യത്തിൽ പറഞ്ഞതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇത്. ഞാൻ ഓർപ്പിച്ചതുപോലെ അന്ന് അടിമകൾ ധാരാളം ഉണ്ടായിരുന്നല്ലോ, അവരുടെ കീഴിലായിരുന്നു. അപ്പം ദൈവാത്മ ഇവിടെ ഓർപ്പിക്കുന്നത് അത് ഒരു നല്ല ഉദാഹരണമാണ്. നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് ന്യായപ്രമാണത്തിന് കീഴിൽ അല്ല. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 24-25 ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊക്കെ നമ്മൾ പഠിച്ചതായതുകൊണ്ട് വായിക്കുന്നില്ല.
ഗലാത്യർ 3:26 ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതേ അധ്യായത്തിൽ 4-5 ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റോമാലേഖനം 8:15 നമുക്കൊന്ന് വായിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റോമർ 8:15. റോമർ 8:15 ഓർപ്പിക്കുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടുവാൻ തക്ക അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഒരു കുട്ടി തന്റെ ജീവിതത്തിന്റെ ട്രെയിനിങ് പീരീഡിൽ ഈ സ്ലേവ് ടീച്ചറിന്റെ കൈക്കീഴിലായിരുന്നപ്പോൾ ആ സ്ലേവ് ടീച്ചറിനെ ഭയന്ന് ജീവിച്ചേ പറ്റുമായിരുന്നു. ആ സ്ലേവ് ടീച്ചർ ആഗ്രഹിച്ചാൽ കുട്ടിയെ ഏത് രീതിയിൽ വേണമെങ്കിലും ശിക്ഷിക്കാമായിരുന്നു. പേരൻസ് അതിൽ ഇന്റർഫിയർ ചെയ്യത്തില്ല. ഇന്ത്യയിലെ ഗുരുകുല സിസ്റ്റത്തെ കുറിച്ച് ഇവിടെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആശാൻ മാട്ടയിൽ പോയി പഠിച്ചിട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം, ആശാന് ഒത്തിരിയധികം ഫ്രീഡം ഉണ്ട്. വേണ്ടി വന്ന സ്റ്റുഡൻസിനെ അടിക്കുകയൊക്കെ ചെയ്യും. ചില ഗുരുകുലത്തിൽ കുട്ടികളെ വല്ലാതെ മർദ്ദിക്കുമായിരുന്നു. സോ ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത്, എന്തിനാണ് ഈ ഭയം? എന്തിന്? ഗലാത്യ വിശ്വാസികളെ, നിങ്ങളുടെ മനസ്സിൽ ഭയം എന്തിന്? അത് തന്നെയാണ് റോമാലേഖനം 8:15 ഓർപ്പിക്കുന്നത്. നിങ്ങൾ പിന്നെയും ഭയപ്പെടുവാൻ തക്കവണ്ണം അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചു. ഇതൊരു പുതിയ യുഗമാണ്. ആൻഡ് ഈ പുതിയ യുഗത്തിൽ നാം രക്ഷയുടെ അനുഭവം പ്രാപിച്ച സമയം തൊട്ട് നമുക്ക് പുത്രത്വത്തിന്റെ ആത്മാവാണ് ലഭിച്ചിരിക്കുന്നത്. അബ്ബാ പിതാവേ എന്നുള്ളത് പുതിയ നിയമകാലത്ത് പിതാവിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി, അല്ലെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വാക്കാണ്. ഇന്ന് 21-ാം നൂറ്റാണ്ടിലെ പിതാക്കന്മാരെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി വളരെ സ്നേഹം നിറഞ്ഞ വാക്കുകളുണ്ട്. ഡാഡി എന്നുള്ളത് കോമൺ ആണ്. എന്നാൽ എൻ്റെ ഓൺ ഫാമിലിയിൽ എത്രയോ പിള്ളേരെ ഡാഡി എന്ന് വിളിക്കുന്നവരെ ഡാഡുയി എന്നാണ് വിളിക്കുന്നത്. അത് ഡാഡിയോടുള്ള സ്നേഹത്തിന്റെ എക്സസിനെ കാണിക്കുന്നു. പുതിയ നിയമത്തിൽ കാലത്ത് അതുപോലെ തന്നെയായിരുന്നു അബ്ബാ പിതാവേ എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ആത്മാവാ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഗലാത്യ വിശ്വാസികളെ, നിങ്ങൾ ഈ ന്യായപ്രമാണത്തെ വിചാരിച്ച്, ന്യായപ്രമാണത്തെ കുറിച്ച് ചിന്തിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് ദൈവാത്മാവ് പഠിപ്പിക്കുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യമാണ് റോമാലേഖനം 8:15. ഇതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങളാണ് കൊലോസ്യ ലേഖനം 2:20-22. കൊലോസ്യ ലേഖനം 2:20-22. അവിടെ നാം വായിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളെ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ കൽപ്പനകൾക്ക് കീഴ്പ്പെടുന്നത് എന്തിന്? തൊടരുത്, രുചിക്കരുത്, തൊടരുത് എന്നിങ്ങനെയുള്ള കൽപ്പനകൾ മനുഷ്യരുടെ കൽപ്പനകളും ഉപദേശങ്ങളും അനുസരിച്ചുള്ളവ അത്രേ. കൊലോസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വ്യക്തമാകുന്നത്, ഗലാത്യ ലേഖനത്തിൽ പരിച്ഛേദനയും ന്യായപ്രമാണം അനുസരിക്കുന്ന ഒരു ഇഷ്യൂ ആയിരുന്നെങ്കിൽ കൊലോസ്യയില് പല രീതിയിലുള്ള മനുഷ്യനിർമ്മിത ചടങ്ങുകൾ വലിയ ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് വിശ്വാസികൾ ചില കാര്യങ്ങളെ തൊടാൻ പാടില്ല, ചിലത് ഭക്ഷിക്കാൻ പാടില്ല, അങ്ങനെയുള്ള പല രീതിയിലുള്ള നിയമങ്ങളുണ്ടായിരുന്നു. ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞവരാണ്. അതുകൊണ്ട് എന്തിനാണ് ഈ ആദ്യ പാഠങ്ങളിൽ തിരിച്ചു പോകുന്നത്? ഇന്നും കാപ്പിയും ചായയും പൂർണ്ണമായിട്ട് നിഷേധിച്ചിരിക്കുന്ന ചില ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ഉണ്ട്. മീശ നിഷേധിച്ചിരിക്കുന്ന ചില ഡിനോമിനേഷൻസ് ഉണ്ട്. അവിടെ മേമീശ വെക്കുന്നവർക്ക് തിരുവത്താഴം കൊടുക്കാറില്ല. ഞാൻ ഡയറക്ട്ലി അങ്ങനെയുള്ള കോൺഗ്രിഗേഷൻസ്, വേർപാടുകാരുടെ അല്ല, ഡയറക്ട്ലി അങ്ങനെയുള്ള കോൺഗ്രിഗേഷൻസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വിസിറ്റ് ചെയ്ത് ആ സഭകളിൽ പ്രസംഗിക്കാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ തിരുവത്താഴം അവര് തന്നിട്ടില്ല എന്നുള്ള കാര്യം ഓർപ്പിക്കണം. തന്നായിരുന്നെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ വേണ്ട എന്നുള്ള അത് വേറെ കാര്യം. ഏതായാലും തിരുവത്താഴം തന്നിട്ടില്ല, പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ക്യാനണിനനുസരിച്ച് മേമീശ വെക്കുന്നത് ജഡീകത്വത്തിന്റെ അടയാളമാണ്. എക്സാക്ട്ലി കൊലോസയിലുള്ളത്. അത് തുടരുതേ, ഇത് ഭക്ഷിക്കരുതേ, ഡോണ്ട് ഡു ദിസ്, നോ. നമ്മൾ അങ്ങനെയുള്ള നിയമങ്ങൾക്ക് അധീനരല്ല എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ദൈവജനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ദൈവവചനത്തിൽ നിന്നുള്ള ഈ വാക്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായി. 3-ാം അധ്യായം 3-ാം വാക്യം ഗലാത്യർ 4:3 ഓർപ്പിക്കുന്നത്, അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴിൽ അടിമപ്പെട്ടിരുന്നു. പാസ്റ്റലി അങ്ങനെ ഇരുന്നു. ആരെങ്കിലും ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും, അങ്ങനെ ആണെങ്കിൽ
പണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ഞാൻ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ ഏത് കാര്യം, ഏത് പ്രസ്താവന വെച്ച് കഴിഞ്ഞാലും കുടുക്ക് ചോദ്യം ചോദിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ കീഴിലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആരെങ്കിലും ചോദിക്കും, അങ്ങനാണെങ്കിൽ ഇതിനു മുൻപ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് നാമും ശിശുക്കളായിരുന്നപ്പോൾ. കാരണം ഇവരെല്ലാം ഇവരുടെ ജീവിതത്തിന്റെ ഒരു പകുതി ഈ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു. അപ്പോൾ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. ദർ ഇസ് നത്തിങ്, അതില് സർപ്രൈസിങ് ആയിട്ടുള്ളതൊന്നുമില്ല. എന്നാൽ അത് നമ്മുടെ ശൈശവമായിരുന്നു. ആ ശൈശവം കഴിഞ്ഞു. പെന്തിക്കോസ്ത് നാളിൽ ദൈവാത്മാവ് വന്നു, ന്യായപ്രമാണ യുഗം മാറ്റി കൃപായുഗം വന്നു. ആൻഡ് കൃപായുഗം വന്നതോടെ നാം ശിശുക്കളെ പോലെ ആ ന്യായപ്രമാണത്തിന് അടിമകളായിട്ടിരുന്നത് പോലെ അല്ല, ഇന്ന് നമ്മൾ അതിന്റെ ആദിപാഠങ്ങളുടെ അടിമകൾ അല്ല. അതുപോലെ എന്ന് പറയുന്നത് ബേസിക്കലി ഇതിനു മുൻപുള്ള വാക്യങ്ങളെ ഓർപ്പിക്കുക. നാം ശിശുക്കളായിരുന്നപ്പോൾ എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വ്യക്തി ശിശുവായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ക്രമേണ വളരും. അതുമായിട്ട് തുലനം ചെയ്തിരിക്കുകയാണ് ദൈവം തനിക്ക് വേണ്ടി അബ്രഹാം, ഇസാക്ക്, യാക്കോബിൽ കൂടെ ഒരു പ്രജയെ തെരഞ്ഞെടുത്തു. ആ പ്രജയ്ക്ക് ഫൈനലി ലിഖിത രൂപത്തിൽ ന്യായപ്രമാണം നൽകി. ന്യായപ്രമാണ യുഗത്തിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചെങ്കിൽ യഹൂദന്മാർക്ക് ലഭിച്ചിരുന്ന വെളിപ്പാടിനനുസരിച്ച് അവർ കാര്യങ്ങളെല്ലാം ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്തതായിട്ട് പല ഉദാഹരണങ്ങൾ പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. അതെല്ലാം ശൈശവമായിരുന്നു. അതാണ് നാമും ശിശുക്കളായിരുന്നത്. ഫൈനലി ഗലാത്തിയിലുള്ള വിശ്വാസികൾ മെജോറിറ്റി യഹൂദന്മാരായിരുന്നു. സുവിശേഷം അവിടെ എത്തുന്നതിന് മുൻപ് അവർ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു. അതവരുടെ ശൈശവമായിരുന്നു. അതാണ് നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ പെട്ടിരുന്നു. ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായപ്രമാണത്തെക്കുറിച്ചും ന്യായപ്രമാണവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ മനുഷ്യരും തന്നെ അങ്ങ് ഡെവലപ്പ് ചെയ്തായിരുന്നു. അതാണ് ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ. അത് ഇന്നും യഹൂദന്മാരുടെ മധ്യേ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് കീഴിലായിരുന്നെങ്കിലും ഇന്ന് നമ്മൾ അതിൽ നിന്ന് സ്വതന്ത്രനാണ് എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പം പരീശന്മാരും ശാസ്ത്രിമാരും പിന്നെ കുറേയേറെ ഗ്രൂപ്പ്സ് യഹൂദന്മാരുടെ മധ്യ ഉണ്ടായിരുന്നു. അതിൽ പരീശന്മാരായിരുന്നു ദൈവവചനത്തിന്റെ ശാസ്ത്രിമാരായിരുന്നു ദൈവവചനത്തിന്റെ കാവൽക്കാരൻ. അത് കോപ്പി ചെയ്ത് തലമുറയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പരീശന്മാരായിരുന്നു ദൈവവചനം ഇന്നത് പറയുന്നെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് ഈ ലോകത്തിൽ വന്ന സമയത്ത് തന്നെ പരീശന്മാർ ദൈവവചനത്തിന്റെ കൂടെ ധാരാളം കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിരുന്നു. അതാണ് ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ. യഹൂദന്മാർ അതെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. കാരണം പരീശന്മാർ അവരുടെ മതത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നല്ലോ. എന്നാൽ ഒരു പ്രാവശ്യം കർത്താവ് ഈ കൃപായുഗം തുടങ്ങിയതോടെ അവർ ഈ ആദ്യ പാഠത്തിന് കീഴല്ല എന്ന് ദൈവാത്മാവ് അവരെ ഓർപ്പിക്കുന്നു. കാരണം ന്യായപ്രമാണം അല്ലെങ്കിൽ പരിച്ഛേദന അത്യാവശ്യമാണെന്ന് പറയുന്ന ആളുകൾ ഒരു പ്രാവശ്യം പരിച്ഛേദന ഏറ്റുകഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളോട് അനുസരിക്കണമെന്നുള്ളത് ഇൻസിസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത്, ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ പോലും നിങ്ങൾ പെട്ടിരുന്നതിന്റെ കാരണം ഇന്നതാണ്. ദൈവം തന്നതിന്റെ കൂടെ മനുഷ്യർ കുറേയേറെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു. എന്നാൽ പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വരികയും കൃപായുഗം തുടങ്ങിയതോടെ നിങ്ങൾ ഇതിന്റെ ഒന്നും കീഴിലല്ല, മടങ്ങിപ്പോകരുത് എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കും. പുതിയ നിയമ യുഗത്തിലെ വിശ്വാസികൾ ഇക്കാര്യങ്ങൾ ആവർത്തിച്ച് അവരോരെ ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമത്തിലെ ഇന്ന് നാം ന്യായപ്രമാണത്തിന് കീഴിലല്ല, ന്യായപ്രമാണത്തിന്റെ ഈ ആചാര അനുഷ്ഠാനങ്ങളിലുണ്ടായിരുന്ന ആ ഭാഗത്തിന് കീഴിലല്ല, ന്യായപ്രമാണത്തിന്റെ സാമൂഹിക നിയമങ്ങൾക്ക് കീഴിലല്ല, ന്യായപ്രമാണത്തിൽ തന്നെയുള്ള മൂന്നാമത്തേത് നൈതിക ധാർമ്മിക നിയമങ്ങൾ. നമ്മൾ അതിന് തീർച്ചയായിട്ടും നമ്മൾ അത് അനുസരിക്കേണ്ടതാണ്. എന്നാൽ അതനുസരിക്കുന്നതിൽ കൂടെയല്ല നമ്മൾ നീതീകരണം പ്രാപിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ നീതീകരണം പ്രാപിച്ചവരായതുകൊണ്ടും പരിശുദ്ധാത്മാവ് നമ്മളിൽ അധിവസിക്കുന്നതുകൊണ്ടും നാം നമ്മെ തന്നെ പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ വിട്ടുകൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കൂടെ ഈ നൈതിക ധാർമ്മിക നിയമങ്ങളെ നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കും. ഇത് പുതിയ നിയമം പഴയ നിയമം തമ്മിലുള്ള ഈ അന്തരം
വിശ്വാസികൾ ഒന്നുകൂടി ആ വിശ്വാസികളെ ഓർപ്പിക്കട്ടെ. പഴയ നിയമത്തിൽ നൈതിക ധാർമ്മിക നിയമങ്ങൾ ആചരിക്കേണ്ടത് ആവശ്യമായിരുന്നു. പുതിയ നിയമത്തിൽ നൈതിക ധാർമ്മിക നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ നാം നമ്മുടെ ജഡത്തിന്റെ ശക്തിയിലല്ല ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നേരെ മറിച്ച് പരിശുദ്ധാത്മ സ്നാനയേറ്റ നമ്മളിൽ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നു. പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നതിന്റെ കാരണം കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവാൽ നിറവുള്ള ആളുകളായി മാറുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവാൽ നിറവുള്ള ആളുകളായി മാറുമ്പോൾ ദൈവവചനത്തിന്റെ നൈതിക ധാർമ്മിക നിയമങ്ങളെ നാം തന്നെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ തന്നെ നമ്മളത് ഒബേ ചെയ്യുന്നത്. അങ്ങനെ ഒബേ ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ കാണപ്പെടും. അതിലൊന്നാണ് ആത്മാവിന്റെ ഫലം. അയൽക്കാരനെ അവനവനെ പോലെ സ്നേഹിക്കുക എന്നുള്ളത്, അത് ആത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെ കാണപ്പെടുമ്പോൾ അയൽക്കാരനെ നാം നമ്മെ തന്നെ സ്നേഹിക്കുക എന്നുള്ള ആ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽ ആകും. മുൻപോട്ട് പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. സഹോദര സഹോദരിമാരെ, നാം വളരെ സീരിയസ്ലി നമ്മുടെ ടെസ്റ്റ്മണി എന്ത്? വിശ്വാസികളുടെ മുൻപിലും ഈ ലോകത്തിന്റെ മുൻപിലും നമ്മുടെ ടെസ്റ്റ്മണി എന്ത് എന്ന് ചിന്തിക്കുന്നത് അത്യാവശ്യമാണ്. കാരണം പല സ്ഥലത്തും വിശ്വാസികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, പുതിയതായിട്ട് വിശ്വസിക്കുന്ന ആളുകളെ എന്റെ സഭയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. കാരണം എന്റെ സഭയിൽ ഞാൻ അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഇരട്ടി നാരകീയമായി മാറും. അതുപോലാണ് എന്റെ സഭയിലുള്ള ആളുകളുടെ ബിഹേവിയർ. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എന്റെ സഭ എന്ന് പറഞ്ഞാൽ ഞാനൂടെ ചേർന്നാണല്ലോ ആ സഭ ഫോം ചെയ്യുന്നത്. ഞാനൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സഭയിൽ പുതിയ വിശ്വാസികളെ കൊണ്ടുവരാൻ സാധിക്കത്തില്ല. കാരണം ഈ സഭയിലുള്ള പരസ്പരമുള്ള കോൺഫ്ലിക്റ്റ്, ഷണ്ഠ, വൈരാഗ്യം കാണുമ്പോൾ അവരുടെ ജീവിതം ഇരട്ടി നാരകീയമായി മാറുമെങ്കിൽ ഞാൻ ഈ സഭയിലുള്ള പ്രശ്നങ്ങളിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മിൽ ഓരോരുത്തരും ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ല ബ്രദറെ, ഞാൻ അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നിരിക്കും. ഓക്കെ, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ സഭയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സ് നൊന്ത് നീറി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നാം തെറ്റായ രീതിയിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർപ്പിക്കണം. ഈ വാക്യങ്ങൾ നമ്മളെ എല്ലാവരെയും ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. നാം ആവർത്തിച്ച് നമ്മുടെ പേഴ്സണൽ വ്യക്തി ജീവിതത്തെ പരിശോധിക്കണം, നമ്മുടെ വിശുദ്ധിയെ പരിശോധിക്കണം, നമ്മുടെ സമർപ്പണത്തെ പരിശോധിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള, സഹോദരനോടുള്ള സ്നേഹം നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. ഗലാത്യ ലേഖനത്തിൽ നാം ഈ കൃപായുഗത്തിൽ വന്നതിന്റെ കാരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മിൽ ഓരോ വിശ്വാസിയും അവരവരുടെ ജീവിതത്തെക്കുറിച്ചും കാഴ്ചപ്പാടിനെ കുറിച്ചും സമൂഹത്തിലും സഭയിലും നമ്മുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചും സീരിയസ്ലി ചിന്തിക്കേണ്ടതാണ്. ഇതേ കാര്യങ്ങൾ ദൈവവചനത്തിൽ മറ്റു പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഗലാത്യ ലേഖനം 3:24-25 ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിച്ചതാണ്. കൊലോസ്യ ലേഖനം 2:20 ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളെ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ കൽപ്പനകൾക്ക് കീഴ്പ്പെടുന്നത് എന്തിന്? കൊലോസ്യയിൽ അത് വലിയൊരു പ്രശ്നമായിരുന്നെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് വേണ്ടി മരിച്ചവരാണ്. വിശ്വാസികളായ 21-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളെ നമ്മൾ ഓർക്കേണ്ടത്, നാം ലോകത്തിലെ ആദ്യ പാഠങ്ങൾക്ക് വേണ്ടി മരിച്ചവരാണ്. അതുകൊണ്ട് ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ ഈ മനുഷ്യനിർമ്മിത കൽപ്പനകൾ കീഴ്പ്പെടരുത്. റോമാലേഖനം 8:15 അബ്ബാ പിതാവേ എന്നുള്ള കാര്യം നമ്മളെ ഓർപ്പിക്കുന്നു. റോമർ 8:15. 2 പത്രോസ് 2:19 നമ്മളൊന്ന് വായിച്ചിരിക്കേണ്ട വാക്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 പത്രോസ് 2:19 ഓർപ്പിക്കുന്നത്, അവർ സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നെങ്കിലും തങ്ങൾ തന്നെ നാശത്തിന്റെ ദാസന്മാർ ആകുന്നു. ഒരുത്തനെ ഏത് ജയിക്കുന്നുവോ അതിന് അവൻ ദാസനായി തീരുന്നുവല്ലോ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സഭായുഗത്തിൽ അല്ലെ കൃപായുഗത്തിലെ എല്ലാ തലമുറകളിലും വന്ന് വിശ്വാസികളോട്
പല രീതിയിലുള്ള സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്ന ആളുകളുണ്ട്. പല രീതിയിൽ. നിങ്ങളിൽ ചിലർക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് ലൈഫ് റിന്യൂവൽ സെമിനാർ എന്നും പറഞ്ഞ ഒരു സെമിനാർ, വിശ്വാസികൾ അതിൽ പങ്കുചേരരുതെന്നും പറഞ്ഞ ഒരു ക്രൂസേഡ് നടത്തിയായിരുന്നു. കാരണം ഈ സെമിനാർ അതിൽ ചെന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആത്മീക ജീവിതത്തിൽ വലിയ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നായിരുന്നു അവരുടെ പ്രോമെ. എന്നാൽ വളരെ ക്രമീകൃതമായിട്ട് ഞാൻ കാണിച്ചു തന്നായിരുന്നു, സ്വാതന്ത്ര്യമല്ല, ഈ സെമിനാർ പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആത്മീക അടിമത്വമാണ് സംഭവിക്കുന്നത്. ആൻഡ് അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ വടക്കൻ ഭാഗത്ത് ഈ സെമിനാറിൽ പോയി പങ്കുചേർന്ന പലര് വേർപാട് സഭ വിട്ടുപോയി. ഗൾഫ് രാജ്യങ്ങളിലെ ഈ സെമിനാറിൽ പോയി പങ്കുചേർന്നവർ പലർ വേർപാട് സഭ വിട്ടുപോയി. ഒരു കൾട്ട് ഗ്രൂപ്പ് പോലെ തന്നെ ആയി തീർന്നു. ബൈബിളിൽ നിന്നല്ലാതെ, അല്ലെങ്കിൽ ബൈബിളിന്റെ ഉപദേശം അല്ലാതെ ആരെ സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്താലും നമ്മൾ അതിൽ പെട്ടുപോകരുത്. ആൻഡ് ഇങ്ങനെയുള്ള ഓരോ രീതിയിലുള്ള ടീച്ചിങ്സ് ഓരോ സമയത്ത് ഇങ്ങനെ തല പൊക്കാറുണ്ട്. ചില രീതിയിൽ ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മെഡിറ്റേഷൻ ദൈവത്തോട് നമ്മളെ അത് വളരെയധികം അടുപ്പിക്കും എന്നും പറഞ്ഞുള്ള ടീച്ചിങ്സ് വരാറുണ്ട്. ഈ ദിവസങ്ങളിലെ വേർപാട് സഭകളിൽ അങ്ങനെ അധികം കാണുന്നില്ലെങ്കിലും ഇന്നല്ലേ നാളെ ഇത് തല പൊക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇതെല്ലാം സ്വാതന്ത്ര്യം പ്രോമിസ് ചെയ്തെങ്കിലും നമ്മളെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുകയാണ് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. അവർ സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നെങ്കിലും തങ്ങൾ തന്നെ നാശത്തിന്റെ ദാസന്മാരാകുന്നു. അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രാക്ടീസ്, എത്ര ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും നമ്മുടെ മധ്യയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അതിനെ റിജക്റ്റ് ചെയ്യണം. കാരണം ഒരുത്തനെ ഏത് ജയിക്കുന്നുവോ അതിനവൻ ദാസനായി തീർന്നു. അങ്ങനെയുള്ള പ്രാക്ടീസസ് നമ്മളെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. 4-ാമത്തെ 5-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് 4-5. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജയിച്ചവനായി നിയോഗിച്ചത്, അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ആ പശ്ചാത്തലം കഴിഞ്ഞ് ദൈവത്തിന്റെ കാലസമ്പൂർണതയായെന്ന് ഓർപ്പിക്കുന്നു. ഈ കാലസമ്പൂർണത എന്ന് പുതിയ നിയമം പറയുന്നത് പഴയ നിയമത്തിലുള്ള പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വരുമെന്നും കർത്താവായ യേശുക്രിസ്തു ഒരു യാഗമായി തീരുമെന്നും അതിൽ കൂടെ രക്ഷ ഓഫർ ചെയ്യുമെന്നുള്ള കാര്യം പഴയ നിയമത്തിൽ ധാരാളം പ്രവചനങ്ങളുണ്ട്, നിഴലുമുണ്ട്. പഴയ നിയമത്തിൽ പാപയാഗത്തിന്റെ സമയത്ത് ആ കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിയാഗത്തെ ഓർപ്പിച്ചിരുന്നു. അന്ന് അതൊരു നിഴലായിട്ടായിരുന്നു. എന്നാൽ കുറെ കൂടെ കഴിയുമ്പോൾ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ വരുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. തിരുവത്താഴത്തിന്റെ സമയത്ത് പല രീതിയിലുള്ള ഡിവോഷൻസിൽ നമ്മൾ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നിന്ന് എടുക്കാറുണ്ടല്ലോ. അതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. ആ പറഞ്ഞ കാര്യങ്ങൾ നടന്നത് കാലസമ്പൂർണതയായി. അങ്ങനെ കാലസമ്പൂർണതയായപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തെക്കുറിച്ച് പറയുന്നു. കർത്താവായ യേശുക്രിസ്തു ഒരു കന്യയിൽ കൂടെ ജനിച്ചതിന്റെ കാരണം നമുക്കറിയാമല്ലോ. പുരുഷനും സ്ത്രീയുടെയും കൂടെ സംയോജനത്തിൽ കൂടെ ഉണ്ടാകുന്നവർ എല്ലാവരും പാപികളാണ്. കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ജനിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്തിട്ട് ജഡാവതാരമായ കർത്താവായ യേശുക്രിസ്തുവിനെ ആ സ്ത്രീയിൽ ദൈവാത്മാവ് സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതാണ് കന്യക ജനനം, അല്ലെ കന്യക പ്രഗ്നൻസി. അത് ഓർപ്പിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. സ്ത്രീയുടെയും പുരുഷന്റെയും കൂടെ കോമ്പിനേഷനിൽ കൂടെ അല്ല. അങ്ങനെ വർജിൻ ബർത്ത് പ്രാപിച്ച് എന്നാൽ ന്യായപ്രമാണത്തിന് കീഴിൽ തന്നെ ജനിച്ചു. മറിയ ഒരു ജൂയിഷ് സ്ത്രീ ആയിരുന്നതുകൊണ്ട് മറിയയിൽ കൂടെ ജനിച്ചവൻ ഒരു ജൂ ആയിരുന്നു. ഒരു യഹൂദനായതുകൊണ്ട് ന്യായപ്രമാണത്തിന് കീഴായിരുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി പുത്രത്വം പ്രാപിക്കേണ്ടതിന് താൻ ചെയ്തു. ഇവിടെ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാലസമ്പൂർണത എന്നുള്ള വാക്ക് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യരുടെ ഹിസ്റ്ററി നാം മനുഷ്യ കണ്ണുകളും നോക്കിയാൽ യാതൊരു രീതിയിലുള്ള ഓർഡർ നമ്മൾ അതിൽ കാണുന്നില്ല. ഒരു എഴുത്തുകാരൻ ഒരു പ്രാവശ്യം പറഞ്ഞത്, ഒരു 100 ഉറുമ്പിനെ എടുത്ത് മഷിയിൽ മുക്കിയിട്ട് ഒരു വെള്ള പേപ്പറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ
ആ ഉറുമ്പുകൾ നടക്കുമ്പോൾ ആ പേപ്പറിൽ ഉണ്ടാകുന്ന യാതൊരു രീതിയിലും ഓർഡർ ഇല്ലാത്ത ആ പടം അല്ലെങ്കിൽ ആ മാപ്പ് പോലാണ് മനുഷ്യന്റെ ഹിസ്റ്ററി. യാതൊരു രീതിയിലുള്ള ഒരു ഓർഡർ കാണുന്നില്ല. അത് മനുഷ്യന്റെ കാഴ്ചപ്പാടാണ്. എന്നാൽ അങ്ങനെ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ യാതൊരു രീതിയിലും ഓർഡർ ഇല്ലാത്ത ആ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ദൈവം നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കണക്കിനനുസരിച്ച് അതിലൊരു കാലസമ്പൂർണത ഉണ്ടായിരുന്നു. ആ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ ഒരു സ്ത്രീയിൽ കൂടെ ഈ ലോകത്തിൽ അതയച്ചതോടെ ലോകത്തിന്റെ ഹിസ്റ്ററി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. അപ്പം മനുഷ്യന്റെ നോട്ടത്തിൽ ഈ ലോകത്തിന്റെ ഹിസ്റ്ററിയിൽ ഒരു രീതിയിലുള്ള ഒരു ഓർഡർ ഇല്ലെങ്കിലും ദൈവത്തിന്റെ ഔട്ട്ലുക്കിൽ അങ്ങനെയല്ല. ദൈവത്തിന്റെ ഔട്ട്ലുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യുമായിരുന്നു. കാലസമ്പൂർണത വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാൻ ക്ലോസിംഗിൽ ഓർപ്പിക്കട്ടെ. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, നമ്മളൊക്കെ നമ്മുടെ സഭകൾ വീക്ഷിക്കുമ്പോൾ, വേർപാട് പ്രസ്ഥാനം വീക്ഷിക്കുമ്പോൾ എല്ലാം വളരെ തറവായിട്ട് ഡിസോർഗനൈസ്ഡ് ആയിട്ട് ചിലപ്പോൾ തോന്നിയെന്നിരിക്കും. എന്നാൽ അങ്ങനെ മനുഷ്യന്റെ നോട്ടത്തിൽ യാതൊരു ഓർഡർ ഇല്ലാത്ത ആ സിസ്റ്റം ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്നും ദൈവത്തിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഒരു കാലസമ്പൂർണത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ് കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതാണ്. ആൻഡ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കാലസമ്പൂർണതയിൽ ദൈവം എന്താഗ്രഹിക്കുന്നു അത് നിറവേറാൻ വേണ്ടി നാം എവ്രി ഡേ ദൈവത്തോട് അഭ്യർത്ഥിക്കേണ്ടതാണ്. ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, നാം നമ്മുടെ സ്വന്തം ജീവിതത്തെ നോക്കിയാലോ, നമ്മുടെ കുടുംബത്തെ നോക്കിയാലോ, സഭയെ നോക്കിയാലോ, വേർപാട് പ്രസ്ഥാനത്തെ നോക്കിയാലോ എല്ലായിടത്തും പല രീതിയിലുള്ള അരാജകത്വം കാണുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള അരാജകത്വത്തിന്റെ മധ്യേ ദൈവത്തിന്റെ ഒരു കാലസമ്പൂർണത ഉണ്ടായിരുന്നു. ആ കാലസമ്പൂർണതയിലാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന. അതുപോലെ തന്നെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് ആ പ്രവർത്തനത്തിന്റെ ഒരു കാലസമ്പൂർണത വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് മനസ്സിലാക്കി കർത്താവെ, അടിയന്റെ ജീവിതത്തിൽ അവിടുത്തെ കാലസമ്പൂർണതയ്ക്കനുസരിച്ച് അടിയൻ എന്ത് ചെയ്യണം എന്ന് ഓരോ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ആ കാലസമ്പൂർണതയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ